ഇത് തന്നെയാണ് വളരെ ഒരു എനർജി ഇന്ത്യൻ ടീമിനുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തിയ 339 റൺസ് എന്ന് പറയുന്ന വലിയ മറികടക്കാൻ സാധിക്കില്ല എന്ന് ഒരുപക്ഷെ ക്രിക്കറ്റ് ലോകം ഒന്നടങ്കം പറഞ്ഞൊരു സ്കോറാണ്. വനിതാ ക്രിക്കറ്റ് ചരിത്രത്തിൽ അത്രയും വലിയൊരു ചേസ് അതുവരെ നടന്നിട്ടില്ല. അങ്ങനെയൊരു മത്സരത്തിൽ ജമീമ റോഡ്രിഗസിന്റെ ഒരു സെഞ്ചുറി പ്രകടനം, ഹർമൻപ്രീത് കൗറിന്റെ ഒരു മികച്ച പാർട്ണർഷിപ്പ് കൂട്ടുകെട്ട്, റിച്ച ഘോഷിന്റെ ഒരു തകർപ്പൻ ബാറ്റിംഗ്, അപ്പം അങ്ങനെ മൊത്തത്തിൽ ടീം ഇന്ത്യ തിരികെ വന്ന ഒരു മത്സരം കൂടിയാണ്. ആ ഒരു എനർജി ഇന്ത്യൻ ടീമിൽ ഉടനീളമുണ്ട്. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ ഹർമൻപ്രീത് വാർത്താ സമ്മേളനം നടത്തുമ്പോഴൊക്കെ കപ്പിൽ കുറഞ്ഞൊന്നും ഞങ്ങൾ ചിന്തിക്കുന്നില്ല എന്ന് പറയുകയാണ്. ഇപ്പം ഒരു ടീമിൽ ഒരു സാധാരണഗതിയിൽ സെമി ഫൈനലിലെ വിന്നിംഗ് കോമ്പിനേഷൻ തന്നെയാണ് ഫൈനലിലും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു മാറ്റത്തിന് നമ്മൾ സാധ്യത കാണുന്നുണ്ട്. അപ്പൊ തന്നെ മഹേഷ്, ഇതിനകത്ത് ഈ പല റെക്കോർഡുകളും പിറക്കാൻ പോകുന്ന ഒരു മത്സരം കൂടിയാകും ഒരു പക്ഷെ. അതിലെടുത്ത് പറയേണ്ടത് ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റനുമായ വോൾവർത്തിന് 40 റൺസ് കൂടി നേടിക്കഴിഞ്ഞാൽ ഒരു ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് എന്ന അലീസ ഹലിയുടെ 509 എന്ന നേട്ടം മറികടക്കാൻ ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റന് കഴിയും അല്ലേ? തീർച്ചയായും. ലോറ വാൾബർട്ട് അവരുടെ ഏറ്റവും സുപ്രധാനമായ ഒരു ബാറ്ററാണ്, ഏറ്റവും അടിയുറച്ച ഒരു ബാറ്ററാണ്. ഇതിനോടകം തന്നെ 400-ലധികം റൺസ് അവർ ഈ ലോകകപ്പിൽ തന്നെ നേടിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരങ്ങളുടെ പട്ടികയിൽ ഏറ്റവും തലപ്പത്ത് ലോറ വാൾബർട്ട് ഉണ്ട്. ടീമിന് എപ്പോഴൊക്കെ ആവശ്യമുണ്ടോ ആ സമയത്തൊക്കെ കൃത്യമായി ബാറ്റ് വീശിയ ഒരു താരമാണ് ലോറ വാൾബർട്ട് എന്ന് പറയുന്നത്. ഒപ്പം തന്നെ നഥൻ ഡിക്ലർക്ക് ബോൾ കൊണ്ടും ബാറ്റ് കൊണ്ടും ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു താരമാണ്. മാരിസൺ കാപ്പ് എന്ന് പറയുന്ന അവരുടെ ഒരു മത്സരത്തിന്റെ ഗതി ഒറ്റക്ക് മാറ്റി എഴുതാൻ കെൽപ്പുള്ള ഒരു താരമാണ് മാരിസൺ കാപ്പ് എന്ന് പറയുന്നത്. അപ്പം ഓൾറൗണ്ടർമാരുടെ ഒരു വലിയ നിരയുണ്ട്. ബാറ്റിംഗിൽ ലോറ വാൾബർട്ടിനെ പോലുള്ള താരങ്ങളുണ്ട്, പുതിയ പന്തേറുകാരുണ്ട്. അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിര തന്നെയാണ് ദക്ഷിണാഫ്രിക്കയെ സംബന്ധിച്ച് അവർക്ക് ആദ്യമായിട്ടാണ് അവർ ലോകകപ്പിന്റെ ഫൈനലിലേക്ക് എത്തുന്നത്. മറ്റൊരു ചരിത്രം എന്ന് പറയുന്നത് അജി, ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും ഇല്ലാത്ത ആദ്യത്തെ ലോകകപ്പ് ഫൈനൽ കൂടിയാണ്. കാരണം ഇതുവരെ ലോകകപ്പിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഒന്നുകിൽ ഇംഗ്ലണ്ട് അല്ലെങ്കിൽ ഓസ്ട്രേലിയ, ഈ രണ്ട് ടീമുകൾ ഏതെങ്കിലും ഒരു ടീം ഫൈനലിൽ എത്തിയിരുന്നു. അപ്പോൾ ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും ഇല്ലാത്ത ആദ്യത്തെ ലോകകപ്പ് ഫൈനൽ കൂടിയാണ്. അത് മാത്രമല്ല, ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും അല്ലാത്ത മറ്റേതെങ്കിലും ഒരു പുതിയ ടീം ലോക കിരീടം ചൂടാൻ പോകുന്നു എന്നുള്ള വളരെ സവിശേഷമായ ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇന്ത്യയാണോ ദക്ഷിണാഫ്രിക്കയാണോ? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 83-ൽ, നമ്മളൊക്കെ ജനിക്കുന്നതിന് മുൻപ് കപിൽ ദേവ് 83-ൽ കപ്പുയർത്തിയ കാലം ഉണ്ടല്ലോ, അതിന് സമാനമെന്ന് പറയാം. കാരണം വനിതാ ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഇന്ത്യക്ക് ഏതായാലും ഒരുപാട് ചരിത്രവും റെക്കോർഡുകളും ഒക്കെ പിറക്കാൻ പോകുന്ന ഒരു മത്സരം തന്നെയായിരിക്കും ഇത്. മഹേഷ് പോലൂരാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.